ഒരു ഇന്ത്യൻ സംവിധായിക ഒരു ചരിത്ര പ്രണയകഥ റിലീസിന് മുൻപ് ചിത്രം വളരെ വിവാദമായി. ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ച് പ്രഘോഷിപ്പിക്കപ്പെട്ട ഒരു ചിത്രം, എന്നാൽ അശ്ലീലമെന്ന് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ട ചിത്രം. ചിലർ അതിനെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ ശക്തമായ ആവിഷ്കാരം എന്ന് വിശേഷിപ്പിച്ചു. മറ്റു ചിലർ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിവാദപരമായ സൃഷ്ടികളിൽ ഒന്നാണെന്ന് കുറ്റപ്പെടുത്തി. എന്നാൽ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഒരു സിനിമ ഇത്രയധികം വിവാദങ്ങൾ സൃഷ്ടിച്ചത്? എന്തുകൊണ്ടാണ് ഒരു ഇന്ത്യൻ വനിതാ സംവിധായിക ലോകത്തിന്റെ ശ്രദ്ധ ഒരൊറ്റ ചിത്രത്തിലൂടെ പിടിച്ചുപറ്റിയത്? ആ ചിത്രത്തിന്റെ പേര് കാമസൂത്ര, എ ടെയിൽ ഓഫ് ലവ്. ആ സംവിധായികയുടെ പേര് മീര നായർ. മുംബൈയിലെ തെരുവു കുട്ടികളുടെ ജീവിതം പറഞ്ഞ സലാം ബോംബെ എന്ന ചിത്രത്തിലൂടെ ലോക സിനിമയുടെ ശ്രദ്ധ നേടിയ ഈ സംവിധായിക പിന്നീട് പ്രണയവും ആഗ്രഹവും അധികാരവും അസൂയയും ചേർന്നൊരു കഥ പറയാൻ തീരുമാനിച്ചു. ആ തീരുമാനം അവരുടെ കരിയറിലെ ഏറ്റവും ധീരവും ഏറ്റവും വിവാദപരവുമായ അധ്യായമായി മാറി. ആരാണ് മീര നായർ? എങ്ങനെയാണ് ഒഡീഷയിലെ ഒരു പെൺകുട്ടി ലോക സിനിമയിലെ പ്രമുഖ സംവിധായകരിൽ ഒരാളായി മാറിയത്? എന്തായിരുന്നു കാമസൂത്രയുടെ യഥാർത്ഥ കഥ? എന്തുകൊണ്ടാണ് ചിത്രം ഇത്രയധികം വിവാദങ്ങൾക്ക് കാരണമായത്? ഇന്ന് നമ്മൾ തിരയുന്നത് അതിരുകൾ തകർത്ത ഒരു സംവിധായികയുടെ അസാധാരണ യാത്രയാണ്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ സാമൂഹിക ശാസ്ത്രം പഠിക്കുമ്പോൾ മീര നായർ ഒരു കാര്യം തിരിച്ചറിഞ്ഞു: പുസ്തകങ്ങളെക്കാൾ തനിക്ക് വഴങ്ങുന്നത് മനുഷ്യരുടെ ജീവിതങ്ങളുമായുള്ള സഹവാസമാണ്. അവർ തിരികെ ഇന്ത്യയിലെത്തി. ബോംബെയിലെ തെരുവീഥികളിലൂടെ അവർ ക്യാമറയുമായി അലഞ്ഞു. ട്രാഫിക് സിഗ്നലുകൾക്കിടയിൽ പൂക്കൾ വിൽക്കുന്ന കുട്ടികളെ അവൾ കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ തളർന്നുറങ്ങുന്ന കൗമാരങ്ങളെയും അവൾ കണ്ടു. ആ കുട്ടികളുടെ കണ്ണുകളിൽ അവൾ ഒരു സിനിമ കണ്ടു. അങ്ങനെയാണ് 1988 സലാം ബോംബെ ജനിച്ചത്. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് മുംബൈയിലെ തെരുവുകളിൽ ജീവിക്കാൻ നിർബന്ധിതനായ ഒരു ബാലന്റെ കഥ. അത് വെറും ഒരു സിനിമയല്ലായിരുന്നു, നഗരത്തിന്റെ മറഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ രേഖപ്പെടുത്തലായിരുന്നു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ ചിത്രം ഏറ്റെടുത്തു. ഓസ്കാർ നാമനിർദ്ദേശം വരെ ലഭിച്ചു. ഒരു ഇന്ത്യൻ വനിതാ സംവിധായിക ലോക സിനിമയുടെ കേന്ദ്രവേദിയിലെത്തിയ നിമിഷമായിരുന്നു അത്. 1996 മീര നായർ മറ്റൊരു വഴിയിലൂടെ നടന്നു. അവർ ചരിത്രവും പ്രണയവും ആഗ്രഹവും അസൂയയും എല്ലാം കലർന്ന ഒരു കഥ പറഞ്ഞു. ആ സിനിമയായിരുന്നു കാമസൂത്ര, എ ടെയിൽ ഓഫ് ലവ്. മായ എന്ന ദാസിയും താര എന്ന രാജകുമാരിയും ബാല്യകാല സുഹൃത്തുക്കളായി വളരുന്നു. എന്നാൽ സാമൂഹിക വ്യത്യാസം മായയുടെ മനസ്സിൽ അസൂയ വളർത്തുന്നു. താരയുടെ വിവാഹ നിശ്ചയിതനായ രാജകുമാരൻ രാജ് സിംഗിനെ മായ ആകർഷിക്കുകയും അതിലൂടെ വലിയ വിവാദമുണ്ടാവുകയും ചെയ്യുന്നു. അപമാനിതയായ മായയെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കുന്നു. അലയുന്ന മായ പിന്നീട് കാമകലയിൽ വിദഗ്ധയായ ഒരു സ്ത്രീയുടെ സംരക്ഷണത്തിലെത്തുന്നു. അവിടെ അവൾ സൗന്ദര്യവും പ്രണയവും ശാരീരിക ആകർഷണവും മനുഷ്യബന്ധങ്ങളും സംബന്ധിച്ച നിരവധി കാര്യങ്ങൾ പഠിക്കുന്നു. ഇവിടെയാണ് ചിത്രത്തിന്റെ പേരായ കാമസൂത്ര കഥയുമായി ബന്ധപ്പെടുന്നത്. എന്നാൽ സിനിമ മുഴുവൻ കാമസൂത്ര ഗ്രന്ഥത്തെക്കുറിച്ചല്ല. മനുഷ്യരുടെ ആഗ്രഹങ്ങളും അധികാരങ്ങളും അസൂയയും സ്വാതന്ത്ര്യവുമാണ് പ്രധാന വിഷയം. ഇതിനിടെ രാജ് സിംഗ് മായയെ മറക്കാനാകാതെ വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മായ ശില്പിയായ ജയകുമാറുമായി യഥാർത്ഥ പ്രണയത്തിലാവുമ്പോൾ പ്രണയവും അസൂയവും അധികാരമോഹവും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നു. അവസാനം മായ സ്വന്തം ജീവിതം സ്വയം തെരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് ഏറ്റവും വലിയ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി തിരഞ്ഞെടുക്കുന്നു. സിനിമയിലെ നഗ്നതയ്ക്കും ലൈംഗിക ദൃശ്യങ്ങൾക്കും എതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് മീര നായർക്ക് ഒറ്റ മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ: ഇത് വെറും ലൈംഗികതയെ കുറിച്ചുള്ള സിനിമയല്ല, മറിച്ച് ഒരു സ്ത്രീ സ്വന്തം വ്യക്തിത്വവും സ്വാതന്ത്ര്യവും കണ്ടെത്തുന്ന കഥയാണെന്നാണ്. സലാം ബോംബെയും കാമസൂത്രയും മാത്രമല്ല, മിസിസിപ്പി മസാല, മൺസൂൺ വെഡിങ്, ദ നെയിം സേക്ക് പോലുള്ള മഹത് ചിത്രങ്ങളും മീര നായർ സംവിധാനം ചെയ്തിട്ടുണ്ട്. 1989 അവർ തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നത്. മിസിസിപ്പി മസാലയ്ക്ക് വേണ്ടി ആഫ്രിക്കയിൽ ഗവേഷണം നടത്തുകയായിരുന്നു അവർ. ഒരു സിനിമ കഥ പോലെയാണ് അത് യഥാർത്ഥത്തിൽ. ഉഗാണ്ടയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇന്ത്യൻ വംശജരുടെ ജീവിതം പഠിക്കുന്നതിനിടെയാണ് അവർ മഹ്മൂദ് മംദാനിയുടെ ഫ്രം സിറ്റിസൺ ടു റെഫ്യൂജി എന്ന പുസ്തകം വായിച്ചത്. ആ പുസ്തകം അവരെ വളരെ സ്വാധീനിച്ചു. അതിനുശേഷം കെനിയയിലെ നെയ്റോബിയിൽ വെച്ച് മീര നായർ മഹ്മൂദ് മംദാനിയെ അഭിമുഖം ചെയ്യാൻ തീരുമാനിച്ചു. ആ അഭിമുഖമാണ് അവരുടെ ആദ്യ കൂടിക്കാഴ്ച. പിന്നീട് മീര പറഞ്ഞതനുസരിച്ച് ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും വളരെ വേഗം എടുത്തു. ആ സമയത്ത് മീര നായർ ഒരു ഉയർന്നു വരുന്ന അന്താരാഷ്ട്ര സംവിധായികയായിരുന്നു. മഹ്മൂദ് മംദാനിയാകട്ടെ ആഫ്രിക്കൻ രാഷ്ട്രീയത്തെയും കോളനി വാഴ്ചകളുടെ ചരിത്രത്തെയും കുറിച്ച് ഗവേഷണം നടത്തുന്ന പ്രശസ്ത ബുദ്ധിജീവിയും. കലയും അക്കാദമിക ചിന്തയും തമ്മിലുള്ള ഈ സംഗമം പിന്നീട് പ്രണയമായി മാറി. മീര പിന്നീട് ഉഗാണ്ടയിലെ മെയ്ക്രയർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ മഹ്മൂദ് മംദാനിയോടൊപ്പം താമസിച്ചു. 1991 അവർ വിവാഹിതരായി. അതേ വർഷം അവരുടെ മകൻ സൊഹറാൻ മംദാനി ജനിച്ചു. ന്യൂയോർക്ക് സിറ്റിയുടെ പുതിയ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട അതേ സൊഹറാൻ മംദാനി തന്നെ. 2012 പത്മഭൂഷൺ നൽകി രാജ്യം മീര നായരെ ആദരിച്ചിട്ടുണ്ട്. 2020 ഇറങ്ങിയ എ സൂട്ടബിൾ ബോയ് എന്ന മിനി ടെലിവിഷൻ സീരീസിന് ശേഷം തന്റെ 68ാമത്തെ വയസ്സിലും മീര നായർ ഇപ്പോഴും സജീവമാണ്.
ഇന്ത്യ, ഫ്രാൻസ്, ഹംഗറി എന്നിവിടങ്ങളിൽ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ആംനി എന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് അവർ. ഇന്ത്യൻ ഹംഗേറിയൻ ചിത്രകാരിയായ അമൃത ഷെർജിലിന്റെ ജീവിതത്തെ ആസ്പദമാക്കിയ ബയോപിക്കാണിത്. ചിത്രത്തിൽ പ്രിയങ്ക ചോപ്ര, ജോനാസ്, ജയ്ദീപ് അഹ്ലാവത്, ജിം ഷാർപ്പ് തുടങ്ങിയവർ അഭിനയിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ മുഖങ്ങളിൽ ഒന്നായി മാറിയ, ഇന്ത്യൻ സിനിമയെ അന്താരാഷ്ട്ര തലത്തിലെത്തിച്ച പ്രതിഭാശാലിയായ ആ കലാകാരിക്ക് അഭിവാദ്യങ്ങൾ.